1824 ഇംഗ്ലണ്ടിലെ പോർട്സ്മൗത്തിലെ ലാൻഡ്പോർട്ട്. ജോൺ ഡിക്കൻസിന്റെയും എലിസബത്തിന്റെയും 8 മക്കളിൽ രണ്ടാമനായിരുന്നു ചാൾസ്. ഇംഗ്ലണ്ടിലെ നേവി ഓഫീസിലെ ക്ലർക്കായിരുന്നു ജോൺ. തന്റെ തുച്ഛമായ വരുമാനത്തിൽ ആ വീട് കൊണ്ടുപോകാൻ ജോൺ കഷ്ടപ്പെട്ടു. കടങ്ങൾ തലയ്ക്ക് മീതെയായി. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ കരഞ്ഞു തളർന്നിരിക്കുന്നു. അച്ഛനെ കാണാനുമില്ല. പതിയെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. കടബാധ്യത മൂലം അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പഠിച്ച് മിടുക്കനായി ഉയർന്ന ജീവിതം നയിക്കണമെന്ന അവന്റെ സ്വപ്നം അവിടെ അവസാനിച്ചു. സ്കൂൾ ഫീസ് കൊടുക്കാനില്ലാതായപ്പോൾ സ്കൂളിൽ നിന്നും അവനെ പുറത്താക്കി. അന്നന്നത്തെ ആഹാരത്തിനു പോലും വകയില്ലാതായി. പട്ടിണി സഹിക്കാതായപ്പോൾ തന്റെ 12-ാം വയസ്സിൽ ആ കുടുംബത്തിന്റെ ഭാരം അവൻ തലയിലേറ്റി. ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ജോലികളെല്ലാം അവൻ ചെയ്തു. ഷൂ പോളിഷ് ചെയ്തു, ചുമടെടുത്തു, ഹോട്ടലിൽ നിന്നു. കിട്ടുന്ന ഓരോ നാണയത്തുട്ടും അവൻ അമ്മയെ ഏൽപ്പിച്ചു. പഠിക്കാനുള്ള മോഹം അവൻ മനസ്സിൽ കെടാതെ സൂക്ഷിച്ചു. കൺമുന്നിൽ കിട്ടുന്നതെല്ലാം അവൻ വായിച്ചു. അവനിലെ എഴുത്തുകാരൻ ജനിച്ചു. കാലം തനിക്ക് നൽകിയ ദാരിദ്ര്യവും പട്ടിണിയും അപമാനവും അയാൾ കടലാസിലേക്ക് പകർത്തി. ആ അനുഭവങ്ങളും ദുരിതവുമെല്ലാം പിൽക്കാലത്ത് കഥകളായും നോവലുകളായും വായിച്ച് ലോകം അത്ഭുതം കൊണ്ടു. ഇത് ചാൾസ് ഡിക്കൻസ്. സാഹിത്യത്തിൽ ഷേക്സ്പിയറിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ആരാധിക്കുകയും ചെയ്ത എഴുത്തുകാരൻ. ഓരോരുത്തരിലും ഒരു തീ കെടാതെ അവശേഷിക്കുന്നുണ്ടാകും. എത്ര പ്രതിസന്ധികൾ വന്നാലും അവയെ അണയ്ക്കാനാകില്ല. നമ്മിലെ ആ തീയെ കണ്ടെത്തുക, അണയ്ക്കാതെ ആളിക്കത്തിക്കുക. ശുഭദിനം.